ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സൈഡ് കാസ്പർ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്റെ 10th പ്രിപ്പറേഷനും അതുപോലെ വിച്ച് ഐ ചൂസ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ട്യൂഷൻ. ചൂസ് ചെയ്തത് ഓൺലൈൻ ട്യൂഷനാണ്. കാരണം എനിക്ക് കുറച്ചുകൂടെ അതാണ് നല്ലതായിട്ട് തോന്നിയത്. കാരണം ഓഫ്ലൈൻ ആവുമ്പോൾ നമ്മള് സ്കൂളിൽ പോവുക, പിന്നെ മദ്രസയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മദ്രസയിൽ പോവുക, പിന്നെ സ്കൂളിൽ പോവുക, അത് കഴിഞ്ഞ് പിന്നെ ട്യൂഷൻ പോവുക, അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ടയേർഡാവും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു എനർജി ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ ഇരിക്കുവാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് 10th ഇപ്പൊ സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ വൈകുന്നേരം പിന്നെയും വൈകും. അപ്പൊ പിന്നെ ട്യൂഷൻ പോകാൻ പിന്നെയും വൈകും. പിന്നെ ഇനി മദ്രസ ഇല്ലാത്ത കുട്ടികളാണ്, മോർണിംഗ് ആണ് ട്യൂഷൻ, പോകുന്നതിന് മുമ്പാണ് ട്യൂഷനെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ ട്യൂഷനൊന്നും ഇതുവരെ പോയിട്ടില്ല. ഞാൻ 9th വരെ സെൽഫ് സ്റ്റഡി ആയിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ഓൺലൈനായിട്ട് യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കണ്ടു തുടങ്ങുന്നത് ഇങ്ങനെ ഓരോ എന്താ പറയാ, ഓരോ സൈലത്തിന്റെ, എക്സ്പോർട്ടിന്റെ, എക്സാമിനറിന്റെ ഒക്കെ ക്ലാസ്സസ് ഒക്കെ കണ്ടു തുടങ്ങുന്നതും ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നതും ഞാൻ 8th ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. അങ്ങനെ 8th 9th ഞാൻ മിക്ക ചാനൽസും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയ 3 ചാനലുകളാണ് സൈലം, എജ്യുപോർട്ട് ആൻഡ് എക്സാമിനർ. ഞാൻ 8th എക്സാമിനറായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ 8th ലാസ്റ്റ് ഈ ആനുവൽ എക്സാം ഒക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ സൈലം കാണാൻ തുടങ്ങിയത്. പിന്നെ ഞാനിങ്ങനെ 9th തുടങ്ങിയപ്പോഴും സൈലം ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എജ്യുപോർട്ടിലേക്കായി. എജ്യുപോർട്ടിന്റെ ക്ലാസ്സസും കാണാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ക്ലാസ്സും കണ്ട് ലാസ്റ്റിന്റെ ഒരു ഫൈനലിലേക്ക് വന്നത് സൈലവും എജ്യുപോർട്ടാണ്. സൈലം എജ്യുപോർട്ടായി പിന്നെ ഞാൻ എപ്പോഴും കാണുന്നത്. സൈലായിരുന്നു ഞാൻ ആദ്യം കൂടുതലും കാണുന്നത്. പിന്നെ ഞാൻ എജ്യുപോർട്ട് കുറച്ചുകൂടെ കാണാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗാ മാരത്തോൺ ഒക്കെ വരുമ്പോഴായിരുന്നു കേട്ടോ. കാരണം സൈലത്തിന്റെ മെഗാ മാരത്തോൺ അത്യാവശ്യം തുടക്കത്തില് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ടൈമില് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ രാത്രി ആയിരിക്കൂല മെഗാ മാരത്തോൺ. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും 10-11 മണിയാവും. പിന്നെ എനിക്ക് പഠിക്കാൻ ടൈമില്ലാതെയാവും. അങ്ങനെയാണ് പിന്നെ ഞാന് എജ്യുപോർട്ടിന്റെ മെഗാ മാരത്തോണൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് പിന്നെ ഓക്കെ, എജ്യുപോർട്ട് കാണാമെന്നുള്ള രീതിക്കായി. പിന്നെ ഞാൻ എജ്യുപോർട്ടിനെ കാണും. പിന്നെ സംടൈംസ് മാത്സ് ഒക്കെ ആവുമ്പോ ലൈക്ക് മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്, ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സൈലത്തിൽ വരും. അതിന് സൈലത്തിന്റെ ക്ലാസ്സസും കാണും കേട്ടോ. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇപ്പൊ 10th ഞാൻ വിചാരിച്ചു ഓക്കെ, സൈലത്തിലോ എജ്യുപോർട്ടിലോ ചേരാം, ഏതെങ്കിലും ഒരു ബാച്ചിലോ ഞാൻ ചേരാം എന്നുള്ളതായി. കാരണം ഇത് രണ്ടും കണ്ടു തുടങ്ങിയപ്പോ ഞാൻ എക്സാമിനർ കാണല് കുറഞ്ഞു. പിന്നെ ഇതിൽ രണ്ടിലും ആയിരുന്നു ഞാൻ കൂടുതലും സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ 10th എന്റെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ കുറെ പേരോടൊക്കെ ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു സൈലത്തിൽ ചേർന്നോ, സൈലാണ് നല്ലത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, എല്ലാരും പറയുന്ന പോലെ. കാരണം എനിക്കറിയില്ല, ഞാൻ ഇവരുടെ യൂട്യൂബ് ക്ലാസ്സസ് കണ്ടപ്പോ എനിക്ക് എജ്യുപോർട്ടും ഇഷ്ടമാണ്, സൈലും ഇഷ്ടമാണ്. ഇതിൽ രണ്ടെണ്ണത്തിലും ചേരാൻ പറ്റില്ലല്ലോ, ഒരെണ്ണത്തിലും ചേരാൻ പറ്റും. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, സൈലം ചേരാം. അത് എജ്യുപോർട്ട് ഒരു ലൈക്ക് എന്താ പറയാ, ഇപ്പൊ എജ്യുപോർട്ട് ഞാൻ ഒരേ ഒരു സംഭവത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പലവരുടെയും യൂട്യൂബ് ചാനൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുറെ യൂട്യൂബ് ചാനൽസ് ഞാൻ കാണാറ്. എണ്ണത്തിലും മാത്രം എനിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റൂല. പക്ഷെ ഞാൻ ജോയിൻ ചെയ്തത് സൈലത്തിലാണ്. സൈലത്തിലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ വിചാരിക്കുന്നത് സൈലത്തിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് അവർ പറയുന്നതൊക്കെ പഠിക്കാം. ആൻഡ് ഓൾസോ എജ്യുപോർട്ടിന്റെ ക്ലാസ്സസ് ഒക്കെ വേണമെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് കാണണമെങ്കിൽ ലൈക്ക് കാണാം എന്നുള്ളൊരു രീതിക്കാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നിങ്ങൾ ഏതിലാ ജോയിൻ ചെയ്തേ എന്നൊക്കെ പറയാട്ടോ. നിങ്ങൾ ഏതാണ് ഇപ്പോ യൂട്യൂബ് ചാനൽ ഏതാണ് കാണുന്നത്, ഏത് ബാച്ചിലാണ് ജോയിൻ ചെയ്തേക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാട്ടോ. പ്രിപ്പറേഷൻ സത്യം പറഞ്ഞാൽ ഞാനൊരു വലിയ പ്രിപ്പറേഷൻ ഒന്നും ഞാൻ 10th ചെയ്തിട്ടില്ല. ആകെ ചെയ്ത ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സൈലത്തിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാന്ന് ഒരു സംഭവമാണ്. പിന്നെന്ന് പറയുന്നത് എന്റെ മൈൻഡിൽ ലൈക്ക് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ലൈക്ക് ഇത്രയും നാളും പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് പഠിക്കണം എന്നൊക്കെ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ച് എന്റെ മൈൻഡിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ 10th ഞാൻ ഒരുപാട് പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ലൈക്ക് എല്ലാ വർഷവും ഒരു പുതിയ ക്ലാസ്സിലേക്ക് പോകുന്ന ആ ഒരു ഫീൽ, ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് എനിക്ക് ഉള്ളത്. പിന്നെ ഒന്ന് ഡിഫറെന്റ് ആവുന്നത് നമുക്ക് SSLC ആണ്. അപ്പോ അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് അതിന് ഒരുപാട് പ്രിപ്പറേഷൻ ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളല്ല. സോ മാക്സിമം നല്ലോണം പഠിക്കാൻ നോക്കുക, നല്ലോണം മാർക്ക് സ്കോർ ചെയ്യുക, ഒരുപാട് ടെൻഷനൊന്നും അടിക്കാതെ
നല്ല ഫ്രീ ആയിട്ട് പഠിക്കാനൊക്കെ നോക്കാം കേട്ടോ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇതുപോലത്തെ എഡ്യൂക്കേഷണൽ ലൈഫ് സ്റ്റൈൽ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ബൈ.